ഹായ് ഹലോ നമസ്കാരം. പേശി3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഡിസംബർ 30 നമ്മൾ കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ എത്തി. അപ്പോൾ ഇനി ഒട്ടും സമയമില്ല. ഇനിയുള്ള സമയം വൃത്തിയായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. എവിടെ നിന്നൊക്കെ ഫാക്റ്റ് കിട്ടുമോ, നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കുക, അതല്ലാതെ കിട്ടുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ എവിടെ നിന്നൊക്കെ ഫാക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുമോ അവിടെ നിന്നെല്ലാം എടുക്കുക. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനാണ്. കാരണം വെച്ചാൽ ഈ പുതിയ സിലബസ് നമ്മളിപ്പോൾ NCA നോട്ടിഫിക്കേഷൻ പ്രകാരം കഴിഞ്ഞിട്ടുള്ള പുതിയ എക്സാമുകളിൽ തന്നിട്ടുള്ള ആ ഒരു സിലബസ് ഉണ്ടല്ലോ, ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എവിടെ നിന്നൊക്കെ ഫാക്റ്റുകൾ എടുത്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യും ധാരണ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ഏകദേശം ഇതിപ്പോൾ 6ാമത്തെ പാർട്ടാണ്. 5 പാർട്ട് PQ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ ഓപ്ഷനുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലാവും എന്നുള്ളതാണ്. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും എത്തി. ഇനി എന്തില്ല, ഇനി നമുക്ക് അങ്ങോട്ട് സമയമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ പേജ്3 അക്കാദമിയിൽ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ LPPക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. 6ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ LPSAയുടെ, നമ്മൾ കഴിഞ്ഞതിൽ UPSAയുടെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ പാർട്ടിൽ LPSAയുടെ സ്പെഷ്യൽ എക്സാം 28/4/2022 എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എക്സാമിലെ 1-2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങളും അത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളൊക്കെ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും നമുക്കറിയാം. എങ്കിലെന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് നോക്കുക. ഇതൊരു ചോദ്യം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുകയാണെങ്കിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ച വ്യക്തികളെക്കുറിച്ചും അവരെക്കുറിച്ചിട്ടും പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 മുതൽ 9 വരെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അവിടെ തരിക. അതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, 1 മുതൽ 4 വരെ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ 5 മുതൽ 9 വരെ എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 4 എണ്ണവും ഇവിടെ എന്താണ് 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം, ആദ്യത്തെ കാര്യം. മറ്റൊന്ന് എന്താണ്, ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ഏതാണെന്ന് തപ്പിക്കൊണ്ടിരിക്കേണ്ട. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1 അറിയില്ലെങ്കിൽ 2ലേക്ക് പോവുക, 2 അറിയില്ലെങ്കിൽ 3ലേക്ക് പോവുക. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കറിയും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. നോക്കുക, ഇവിടെ 1 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം ഏതാണ്, 5, 6 ചട്ടമ്പിയാണ്. ചട്ടമ്പി അല്ല, നമുക്കറിയാം ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, വക്കം അബ്ദുൽ ഖാദർ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നോക്കുക, മിശ്രഭോജനം, 2 മിശ്രഭോജനം അല്ലേ. ഈ മിശ്രഭോജനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരാണുള്ളത് നോക്കുക, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഏതാണ്, 9 കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വരിക. 2 9 ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ല. ഇനി 2 9 ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ല. 2 9 ഇവിടെ ഉണ്ടോ, ഇല്ല. പക്ഷെ നോക്കൂ, 2 9 ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇത് ഉറപ്പാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണെന്ന് കിട്ടിയതും നമുക്ക് എന്ത് കിട്ടി, ഉത്തരം നമുക്ക് കിട്ടി. വളരെ സിമ്പിളായില്ലേ. ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കാം. എങ്കിലും ബാക്കിയോട് നിങ്ങൾ ഇവിടെ നിന്ന് അത് പഠിച്ചു പോവുക. ഓക്കെ, 1 അല്ലേ. 1 എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നോക്കുക, ഇവിടെ KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് KP കേശവമേനോൻ. 1 8 നമ്മൾ ബന്ധിപ്പിച്ചു. 2 നമ്മൾ 9 എന്താണ്, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കൂ, 3ാമത്തത് അല്ലേ. 3ാമത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അല്ലേ. അതാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അത് നമുക്ക് നോക്കൂ, വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ. വക്കം മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ത്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് 4ാമത്തെ നോക്കൂ. 4ാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ലേക്കാണ് യോജിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, 5 എന്താണ്, ചട്ടമ്പി സ്വാമികൾ. അതായത് പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ. പന്മന ആശ്രമം ഏതാണ്, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇവിടെ ഏതില്ല. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആവശ്യമേ ഇവിടെ വന്നിട്ടില്ല അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആവശ്യം നമുക്കിവിടെ വന്നിട്ടില്ല, പക്ഷേ എക്സ്ട്രാ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അതിൽ എന്ത് ചെയ്യുക, അതിൽ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുള്ള സമയം പോകും. നമ്മൾ ഈസി ആയിട്ട് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണെന്ന് കിട്ടിയതും നമുക്ക് മനസ്സിലായി. എന്താണ്, 2 എന്ന് പറയുന്നത് 9 യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ശരിയായില്ലേ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്ന നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലാതെ എക്സ്ട്രാ കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കുക, ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായിട്ട്
കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. ഇത് മിക്സഡ് ആയിട്ടാണ്, നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ടിട്ട് മിക്സഡ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഒരു ഓർഡറിലൊന്നും അല്ല പറയുന്നത്, ജസ്റ്റ് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് സാധുജന പരിപാലന സംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. ഇനി നോക്കൂ, 1914 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നയിച്ച വ്യക്തിയാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം അല്ലേ. അപ്പോൾ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇൻസിഡൻറ്റ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1914 ആ സംഭവം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് സമരം നയിച്ച വ്യക്തി. ആ വർഷം തന്നുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നോക്കൂ, ഗാന്ധിജി ആരെയാണ് പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അയ്യങ്കാളിയെയാണ്. അപ്പോൾ അയ്യങ്കാളിയെ പുലയ രാജാവ്, ഇവിടെ നിന്ന് നമുക്ക് 2-3 ചോദ്യങ്ങൾ വരും. നോക്കൂ, പുലയ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. ആരാണ് പുലയ രാജാവ്? പല രീതിയിൽ ചോദിക്കാം. അയ്യങ്കാളി. ഇനി ആരാണ് പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാം. ഇനി പുലയ രാജാവ്, അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. തിരിച്ചും മറിച്ചും എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ്. നോക്കൂ, അടുത്തത് കൊല്ലം ജില്ലയിലെ പെരിനാട് അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് കല്ലുമാല സമരം. അല്ലെങ്കിൽ നമുക്ക് ഈ പെരുന്നാടായതുകൊണ്ട് തന്നെ പെരുന്നാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നില്ലേ. നോക്കുക, ഇവിടെ കൊല്ലം ജില്ലയിലെ പെരുന്നാട് അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് കല്ലുമാല സമരം. അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷനിൽ കല്ലുമാല സമരം കണ്ടു കഴിഞ്ഞാൽ ആരുമായിട്ട് യോജിപ്പിക്കണം? അയ്യങ്കാളിയുമായിട്ട് നമ്മൾ യോജിപ്പിക്കണം എന്നുള്ളതാണ്. നോക്കൂ, ഏവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വില്ലുവണ്ടി സമരം. ഓക്കെ, അപ്പോൾ കല്ലുമാല സമരം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, വില്ലുവണ്ടി സമരം അല്ലേ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്തത് ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ. ആരാണ്? കൗമുദി ടീച്ചർ. അത് മറ്റൊരു ഫാക്റ്റാണ്, ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, അടുത്തത് നോക്കൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു തന്നെയാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ്, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. അടുത്തത് മിശ്രഭോജനം നമ്മളിപ്പോൾ പഠിച്ചു. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ അല്ലേ. പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭ അല്ലേ. യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ശ്രീനാരായണ ഗുരു. നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാനായിട്ട് യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തത് VT ഭട്ടതിരിപ്പാട്. ഓക്കെ, അടുത്തത് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1908 യോഗക്ഷേമ സഭ രൂപീകൃതമായത്. ഏത് വർഷം? 1908. നോക്കൂ, VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 1931 തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് വരെ. നോക്കൂ, തൃശ്ശൂർ, നമുക്ക് ഇതൊരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ക്വിസ് നടത്തിയ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. തൃശ്ശൂരിൽ നിന്നും എവിടം വരെ? കാസർഗോഡ് വരെ നടത്തിയ കാൽനട പ്രചരണ ജാഥ ഏത് പേരിൽ അറിയപ്പെടുന്നു അല്ലേ? അതേതാണ്? യാചനയാത്ര. ഓക്കെ, അപ്പോൾ യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതു വർഷം? 1931. ഏത് മുതൽ ഏത് വരെ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക?
ഓർത്ത് വെക്കുക. ക്ലിയർ ആയല്ലോ? അടുത്തത് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ അല്ലേ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? അത് വാഗ്ഭടാനന്ദനാണ്. അത് വാഗ്ഭടാനന്ദനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നോക്കുക, ഈ ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1920-ലാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1920-ലാണ്. കാരണം വർഷം പഠിക്കുന്നത് നമ്മളോട് ചോദിക്കണം ആത്മവിദ്യാസംഘം, സാധുജന പരിപാലന സംഘം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വർഷങ്ങൾ തരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു പോവാണ് ആ ഒരു ഫാക്റ്റുകൾ പറഞ്ഞ സമയത്ത്. ഓക്കെ, നോക്കുക, അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ അല്ലേ? പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, നോക്കുക, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. ഓക്കെ, അപ്പോൾ PRDS എന്ന് കണ്ടാലും എന്ത് തന്നെയാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രത്യക്ഷ അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. അതാരാണ്? അത് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിലോ പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതും നമ്മുടെ അതേ ചോദ്യപേപ്പറിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ഏതാണ് LPSAയുടെ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യപേപ്പറാണ്. ആ ഒരു ചോദ്യമാണ്. നോക്കുക, ഇതും നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഇത് വന്നിട്ടുള്ളത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടാണ്. നോക്കുക, VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ശരിയല്ലാത്തത്. ശരിയല്ലാത്തതേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. കണ്ണീരും കിനാവും എന്നത് ആത്മകഥയുടെ സൃഷ്ടാവ്. നമുക്കറിയാം VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫാക്റ്റ് എന്താണ്? ഇത് ശരിയായിട്ടുള്ളൊരു ഫാക്റ്റാണ്. നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത് അല്ലേ? നോക്കുക, കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. ശരിയായ കാര്യമല്ലേ? അതും ശരിയായ കാര്യമാണ്. ഇനിയോ അടുത്തത്, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു പ്രസ്താവനയാണ്. നോക്കൂ, അത് മനസ്സിലാക്കണമെങ്കിൽ അടുത്തത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടതാണ് അല്ലേ? മേഴത്തൂർ ഗ്രാമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അതും എന്താണ്? ശരിയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്തത് ഏതെന്നുള്ളതാണ്. 3 ശരി നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഒന്ന്, കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചത് 1976-ലാണ്. അത് ശരിയാണ്, വിശിഷ്ട ഫെലോഷിപ്പ് നൽകി. അതുപോലെ തന്നെ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടത് എന്നുള്ള കാര്യം എന്താണ്? ശരിയാണ്. ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്, ശരിയല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സി എന്താണ്? നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നായർ സമുദായവുമായി ബന്ധപ്പെട്ടതാണോ അദ്ദേഹം? എന്താണ്? അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. ആ കാര്യം അറിയാതെ, നമ്പൂതിരിയാണെന്നുള്ള അറിയാതെ, നായരാണ്, നമ്പൂതിരി സമുദായം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം എന്താണ്? നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ആണോ? അല്ല, നമ്പൂതിരി സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. നമുക്കറിയാലേ, ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ എന്താണ്? ഇതാണ് തെറ്റായിട്ടുള്ള കാര്യം. നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ചിന്തിക്കുന്ന ഇവിടെ നോക്കില്ല, ഇത് നോക്കില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കി, നൂറ്റാണ്ടിനെ കുറിച്ച് പഠിച്ച സമയത്ത് കണ്ടില്ലേ, ഒരു 17-ാം നൂറ്റാണ്ട്, അത് 18-ാം നൂറ്റാണ്ടായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പ്രസ്താവന ശരിയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും കൃത്യമായിട്ട് വായിക്കണം. അപ്പോൾ നമുക്ക് എന്താവും? കിട്ടുന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കുക, അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമേത് എന്ന് ചോദിക്കുക.
ചോദിക്കുന്ന നാടകം ഏതാണ്? അത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. 1935 വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനിക്ക് രൂപം നൽകി. കൊടുമുണ്ട കോളനിക്ക് രൂപം നൽകിയതാര് എന്ന് ചോദിച്ചാലും അത് VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഏത് വർഷം? 1935. 1935 വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനിക്ക് രൂപം നൽകി VT ഭട്ടതിരിപ്പാട്. പിന്നെയോ 1908 സ്ഥാപിതമായ നമ്പൂതിരിമാരുടെ സംഘടനയായിട്ടുള്ള, നമ്മൾ നേരത്തെ ഈ വർഷം പഠിച്ചതാണ് 1908. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു 1908 ഏതാണ്? അത് യോഗക്ഷേമ സഭ അല്ലേ? ഈ യോഗക്ഷേമ സഭയുടെ ഉൽപാദിഷ്ണു വിഭാഗത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നോക്കുക, അത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് എന്ന് നമ്മളോട് ചോദിക്കാം. അത് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യോഗക്ഷേമ സഭ 1908 സ്ഥാപിതമായത് എന്ന കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തുവെക്കുക. ആപ്തവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. നോക്കുക, യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയവും. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയവും. യോഗക്ഷേമ സഭയുടെ മാസിക ഉണ്ണി നമ്പൂതിരിയും. ഓക്കെ, ഏതാണ് നമ്മൾ പറഞ്ഞത്? യോഗക്ഷേമ സഭയുടെ മുഖപത്രം ചോദിക്കുകയാണെങ്കിൽ യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം, അതുപോലെ യോഗക്ഷേമ സഭയുടെ മാസിക ഉണ്ണി നമ്പൂതിരിയുമാണ്. അതുപോലെ തന്നെ നോക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ. അപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? അത് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ ജാഥയിൽ പങ്കെടുത്ത VT ഐത്തോച്ചാടനത്തിന് എന്ത് പറഞ്ഞു? ഈ നോക്കൂ, വളരെ പ്രധാനപ്പെട്ടത്, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നെന്ന് പറഞ്ഞു എന്ന ലേഖനം ഏത് മാസികയിൽ? യോഗക്ഷേമ സഭയുടെ, നമ്മളിവിടെ പഠിച്ചു അല്ലേ, യോഗക്ഷേമ സഭയുടെ മാസിക. ഏതാണ്? മാസിക. യോഗക്ഷേമ സഭയുടെ മാസിക അല്ലേ? മാസിക ഏതാണ്? ഉണ്ണി നമ്പൂതിരി. മുഖപത്രം ഏതാണ്? മംഗളോദയം. നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഈ യോഗക്ഷേമ സഭയുടെ മാസികയായിട്ടുള്ള ഉണ്ണി നമ്പൂതിരി മാസികയിൽ എന്ത് പ്രസിദ്ധീകരിച്ചു? ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണമാണ്. ഏത്? തലക്കെട്ട് നോക്കൂ, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം അല്ലേ? അതായത് ലെറ്റ് അസ് ടോർച്ച് ഫയർ ഓൺ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഈ ഒരു ലേഖനം വന്ന മാസിക ഏത് എന്ന് നമ്മളോട് ചോദിക്കും. അത് ഏതാണ്? അത് ഉണ്ണി നമ്പൂതിരിയാണ്. മാസിക യോഗക്ഷേമ സഭയുടെ മാസികയാണെന്ന് പറയണം, മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ ജാഥയിൽ പങ്കെടുത്ത VT ഐത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം ഉണ്ണി നമ്പൂതിരി മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകം നമ്മളിപ്പോൾ പഠിച്ചു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലേ? അത് 1929 ഈ നാടകം പുറത്തിറങ്ങുന്നത്. വർഷം 1929 എന്ന കാര്യം ഓർത്തുവെക്കുക. അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാട് 1929 അന്തർജന സമാജം രൂപീകരിച്ചു. അപ്പോൾ 1929 നമ്മൾ പഠിച്ച ആദ്യത്തെ കാര്യം എന്തായിരുന്നു? അത് ഈ പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പുറത്തിറങ്ങിയതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1929 എന്ന് പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, VT ഭട്ടതിരിപ്പാട് 1929 അന്തർജന സമാജം, നോക്കുക, അന്തർജന സമാജം രൂപീകരിച്ചു അല്ലേ? ഇതിൻ്റെ
പാർവതി നെന്മേനി മംഗലമായിരുന്നു അന്തർജന സമാജത്തിന് നേതൃത്വം നൽകിയത്. പാർവതി നെന്മണി മംഗലമായിരുന്നു അന്തർജന സമാജത്തിന് നേതൃത്വം നൽകിയത് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പാർവതി നെന്മണി മംഗലം. ഓക്കെ, അന്തർജന സമാജം. ഓക്കെ, ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം 1929. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് 1 വർഷം 1929. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് അന്തർജന സമാജം, മറ്റു നടുക്കളിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പുറത്തിറങ്ങിയത് ഉള്ള ഒരു കാര്യമാണ്. നോക്കുക, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഫാക്റ്റായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ, വർക്കൗട്ട് സെക്ഷൻസ് ഇങ്ങനെയൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എന്താണ്, കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതിൻ്റെ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഓരോ ആഴ്ചയിലും OMR പരീക്ഷ, 100 മാർക്കിൻ്റെ OMR പരീക്ഷ നടത്തുന്നുണ്ട്. അതുകൂടാതെ പഠിച്ച വിഷയങ്ങളുടെ റിവിഷൻ നടത്തുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യമായിട്ട് നമ്മൾ തരുന്ന പോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പേജ് 3ലേക്ക് പോന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടെ വേണം. മറ്റ് ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട്, മറ്റ് സമയങ്ങൾ, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോകൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.